ഇപ്പോൾ ഈ ഗോൾഡൻ കളർ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ളൊരു ഗോൾഡൻ കളറിൽ നല്ല കോസ്റ്റാണ്. ഇപ്പോൾ നമ്മളിതാ കണ്ടോ ഈ ഒരു ലെവലിൽ കാണുമ്പോൾ സത്യം പറയാം ഇതൊരു ചെറിയ ജീപ്പൊന്നും ആർക്കും തോന്നില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരു ജീപ്പിന് എന്തൊക്കെയുണ്ടോ എഞ്ചിൻ വെച്ച ബാക്കിയൊക്കെ അതേപോലെ തന്നെ. എഞ്ചിൻ ബൈക്കല്ലേ? ബൈക്കിൻ്റെ ഏത് ബൈക്കിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചത്? R5. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തെച്ചാമ്പറമ്പ്, അതായത് അരീക്കോട് തെച്ചാമ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു മിനി ജീപ്പിൻ്റെ വീഡിയോ. നമുക്കെല്ലാവർക്കും അറിയാം ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടതാണ്, ഒരുപാട് ചാനലിട്ടൊരു വീഡിയോ ആണത്. അപ്പോൾ ആ വീഡിയോ ഇട്ട അന്ന് തന്നെ അതിൻ്റെ ഓണറായ നമ്മുടെ സക്കീറാക്ക പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് വണ്ടികൾ ഇങ്ങനത്തെ ഇറക്കും, അതല്ലെങ്കിൽ ഇനിയും ഒരുപാട് അപ്ഡേഷനായിട്ട് വീഡിയോ വരും എന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷേ 3 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഇതുപോലെ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഒറിജിനലിനെ വെല്ലുന്ന മിനി ജീപ്പ്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാനിതാ വണ്ടി തിരഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന വണ്ടിയാണ് ആ ഒരു ജീപ്പ്. കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ജീപ്പായി തോന്നുമെങ്കിൽ ഇതൊരു മിനി ജീപ്പാണ് കേട്ടോ. സക്കീറാക്ക, ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, എവിടെക്കാ പോണ വണ്ടി കൊണ്ട്? ഒന്ന് ഇറങ്ങൂ, 2 മിനിറ്റ്. ആളോടൊക്കെ പോവായിരുന്നു കേട്ടോ. കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് നമുക്ക് പിടിക്കാൻ കിട്ടി. നിങ്ങൾ ആ ജീപ്പിൻ്റെ വലിപ്പം, അന്ന് നമ്മളൊരു ജീപ്പ് കണ്ടിരുന്നു, ഒരു കുഞ്ഞൻ ജീപ്പ്, അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലിപ്പമുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും അല്ല സക്കീർ ഭായി, എന്താ പരിപാടി? ജീപ്പുകൾ ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു. അതെ, ഉണ്ടാക്കുന്നതല്ല, ഒറിജിനൽ അതേ ഫീല് വരണം. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനത്തെ ജീപ്പുകൾ ഇതിന് മുമ്പ് ഒരു വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അന്ന് നല്ല പോലെ വൈറലായി. പക്ഷേ ഈ വണ്ടി എനിക്ക് തോന്നുന്നു പുറത്തധികം ആരും കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഇതിന് വർക്ക് മുഴുവൻ കഴിഞ്ഞോ? വർക്ക് ഏകദേശം ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ വയറിങ്ങിന്റെ ഒരു ECM ചെക്ക് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. ഇത് സെൻസർ ടൈപ്പ് വയറിംഗ് ആണല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആൾ പറഞ്ഞെന്താ വെച്ചാൽ ഇത് വണ്ടി മൂവിങ് അല്ല, അപ്പം എന്താ വെച്ചാൽ കണക്ഷൻ കൊടുത്തിട്ടില്ല അല്ലേ, അതിൻ്റെ കുറച്ച് വർക്കോട് ബാക്കിയുണ്ട്. അപ്പോൾ സക്കീർ ഭായി, നമ്മൾ അന്ന് ഉപയോഗിച്ച അതേ മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ട്? മെറ്റീരിയൽ ഏറെ കുറെ സെയിം ആണ്, പക്ഷേ ലേശം വലിപ്പം നീളം കൂട്ടി, വണ്ടി ഒന്ന് ഹെവി ആക്കി, നല്ലൊരു സസ്പെൻഷനൊക്കെ മാറ്റി നല്ല ആക്ഷനുള്ള ഒരു രീതിയാക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഈ ജീപ്പ് മൊത്തം ഒരു കാണിച്ചു കൊടുക്കട്ടെ. അതായത് ഇപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലം ഒരു ഒതുങ്ങിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാൻ കഴിയത്തില്ല. ഓട്ടി വരുന്ന നല്ല രസം ഭംഗിയാണ് കാണാൻ. അപ്പോൾ കാണിച്ചു തരാം. ഒരു വലിയ ജീപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നെങ്കിലും ചെറിയൊരു ജീപ്പാണ് കേട്ടോ നമുക്ക്. പക്ഷേ അതിന് മുമ്പ് ഇവിടെ വലിയ വേറെ ജീപ്പ്, നമ്മൾ സാധാ ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട്. രണ്ടും പാടെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം, ഇത് അനങ്ങാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 വർഷം മുമ്പാണ് ആ വീഡിയോ ഞാൻ ചെയ്തു പോയിട്ടുണ്ടായത്. ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തു? ഉണ്ടാക്കാനിപ്പോൾ 6 മാസം. 6 മാസം ഉണ്ടാക്കി. ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് മുഴുവൻ കട്ട് ചെയ്ത് നിങ്ങൾ സ്വന്തം കട്ട് ചെയ്തല്ലേ? ഇതാണ് ശരിക്കും നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ? ഇവിടെ നിന്നാണ് മൊത്തം പണിയും ചെയ്യുന്നത്. വീട് മെഷീനുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പം ഇപ്പോൾ നമ്മൾ അന്ന് നീല കളർ ജീപ്പായിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഗോൾഡൻ കളർ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ളൊരു ഗോൾഡൻ കളറിൽ നല്ല കോസ്റ്റാണ്. ഇപ്പോൾ നമ്മളിതാ കണ്ടോ ഈ ഒരു ലെവലിൽ കാണുമ്പോൾ സത്യം പറയാം ഇതൊരു ചെറിയ ജീപ്പൊന്നും ആർക്കും തോന്നില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഒരു ജീപ്പിന് എന്തൊക്കെയുണ്ടോ എഞ്ചിൻ വെച്ച ബാക്കിയൊക്കെ അതേപോലെ തന്നെ. എഞ്ചിൻ ബൈക്കല്ലേ? ബൈക്കിൻ്റെ. ഏത് ബൈക്കിൻ്റെ എഞ്ചിനാണ് ഉപയോഗിച്ചത്? R5. മറ്റേ വണ്ടിക്ക് ഏതാണ് ഉപയോഗിച്ചിരുന്നത്? അത് ഡിസ്കവറി ആയിട്ടല്ലേ? അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. നിങ്ങളെ ഒന്ന് കയറി ഇരുന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കയറുക എന്നൊക്കെ നോക്കാം. അതിന് മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമുണ്ട്. അതൊക്കെ നിങ്ങൾ ആ ജീപ്പിൻ്റെ അതേ ഡോർ തന്നെ കേട്ടോ, അതായത് സാധാ ജീപ്പിൻ്റെ അതേ ഡോറ്, അതിൻ്റെ കുഞ്ഞൻ ഡോറ്. ഓക്കെ, കയറാം. അപ്പോൾ നോക്കി നിങ്ങൾ എന്താ അല്ലേ, തല കറക്റ്റാ അല്ലേ? സ്പേസ് ഉണ്ട്. ഓക്കെ, തല അറ്റൂല. ഓക്കെ, അന്നത്തെ വണ്ടിയിൽ തലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ. അതുപോലെ അപ്പുറം ആ ഷീറ്റും അല്ലേ? ഇല്ല, ഇത് അഡ്ജസ്റ്റ് ഇല്ല. അപ്പോൾ നോക്കിയാൽ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ വണ്ടിനെക്കാട്ടിലും അധികം നോക്കാം. ഇത് ഒരു സ്പേസ് അല്ലേ, സ്റ്റോറേജ് അതില്ല, അതിലുണ്ട്. അത് പക്ഷേ താഴെ ഗ്രൗണ്ടിലേ ഇപ്പൊ നേരെ ഇവിടെ കൊടുത്തു. ഇത് അത്യാവശ്യം നല്ല സ്റ്റോറേജ്. എത്ര കൊല്ലം വരെ ഇതിൽ നമുക്ക് കൊള്ളിക്കാം? അത്യാവശ്യം നല്ല കൊള്ളിക്കാം. 40 സെന്റ് ഒരു 10 കിലോന്റെ സാധനത്തിൽ വെക്കാം നമുക്ക് അല്ലേ? നമുക്ക് ഗിയർ ബോക്സിനെ കുറിച്ച് പറയാം. ഗിയർ എങ്ങനെ സെറ്റപ്പ് ആക്കി? സാധാ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര ഗിയർ ഉണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ടോപ്പ്, പിന്നെ റിവേഴ്സ്. ഓക്കെ, പിന്നെ കയ്യിൽ ഹാൻഡ് ഗിയർ ഉണ്ടാവും അങ്ങനത്തെ പോലെ? ഉണ്ട്. ഇത് മുന്നത്തെ വണ്ടിന്റെ ഇങ്ങനെ മേപ്പോട്ട് കീപ്പോട്ട് ഇത് വലിക്കല. എത്ര ഗിയറിലാണ് നമുക്ക് പോണേ?
ഇതില് 6 ഗിയർ ഉണ്ട്, ഇത് 5, മൊത്തം 11 ഗിയർ. 11 ഗിയറുള്ള വണ്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഉണ്ടാക്കിയ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഗിയർ ഭയങ്കരമായിട്ട് വാരിക്കോരി കൊടുക്കും. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പോൾ 11 ഗിയർ ഉണ്ട്. പിന്നെ ഇതൊക്കെ ജീപ്പിന്റെ അതേപോലെ തന്നെ മീറ്ററും കാര്യങ്ങളും, സ്പീഡ് മീറ്റർ, എണ്ണ, അതൊക്കെ അതിന്റെ വേറെ സ്പേസ് ഇല്ല, അപ്പൊ താഴെ കൊടുത്തുള്ളൂ. ഓക്കെ, അതൊന്നായി. സ്റ്റിയറിംഗിൽ എന്തൊക്കെയാ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്? രണ്ട് സൈഡ് ഓൺ ആണ്. ഇത് രണ്ടും ഓൺ. ഓക്കെ, ഷെല്ല ഹെവി ടോയ്സ്, ഇത് ഹാൻഡിൽ ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡിൽ ലോക്ക് ഉണ്ട്. ഹാൻഡിൽ ലോക്കായി. ഞാൻ പറയാൻ കാരണം ഇതിൽ ഒരുപാട് അപ്ഗ്രേഡിങ് ആൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഓടുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഓടണമെങ്കിൽ കണക്ഷൻ കൊടുക്കാനുള്ള സാധനം എത്താത്തതുകൊണ്ടാണ്. ഓക്കെ, ഇതിപ്പം ഇത് ഏത് വണ്ടി സ്റ്റിയറിംഗ് തന്നെ? ടാറ്റ നിങ്ങൾ ഉണ്ടാക്കിയല്ല, ഇത് എംബ്ലം നമ്മൾ ടാറ്റൻ്റെ അത് വേറെ കൊടുത്താണ്. ഓക്കെ, ഈ എംബ്ലം ഇതെന്താ സംഭവം? ഇത് ഷെല്ല ഹെവി ടോയ്സ് ആണ്. നമ്മളെ ഇതിന്റെ പേര് അല്ലേ? ഓക്കെ. അതോടൊപ്പം തന്നെ ഇവിടെ എന്താ വേറെ എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇനി ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ 4 സ്വിച്ച് വേറെ വരാണ്ട്. ഇതിന് ഇന്നർ അടിക്കാണ്ട്. ഉള്ളില് പെയിന്റിന്റെ. ഓക്കെ, അതാണ് ഉള്ളിലുള്ള സംഗതികൾ അല്ലേ? ഇനി സംഭവം ബാക്ക് ചാർജ് ലൈൻ ഉണ്ട്. അതായത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിന്റെ ബാക്ക് കാണിച്ചു കേട്ടോ. നോക്കി നിങ്ങൾ, ഒരു ജീപ്പിൽ എത്ര സ്പേസ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു 3 പേര് 4 പേർക്ക് ഇരിക്കുന്ന പോലത്തിലാണെങ്കിൽ ഇവിടെ 2 പേർക്ക് ഇരിക്കാം കേട്ടോ, സുഖമായിട്ട്. കണ്ടോ, ഒരു ജീപ്പിലുള്ള എല്ലാ സംഗതി ഉണ്ട്. സീറ്റൊക്കെ ആ ലെവലിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കൊക്കെ ഇരിക്കാം. വലിയ 2 ആൾക്ക് ഇരിക്കാം, വലിയ 2 പേർക്ക് ഇരിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കാണ് 4 പേർക്ക് ഇരിക്കാം അല്ലേ? ഇനി ഡോറ് നോക്കട്ടാ. ഡോറ് പറയുമ്പോൾ പെർഫെക്ഷൻ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അല്ലേ? പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ 100% ഉണ്ടോ. ജീപ്പിൻ്റെ അതേ കീ വലിച്ചു കഴിഞ്ഞാൽ ഡോറ് തുറക്കും, അതേപോലെ അടക്കുമ്പോൾ അതേ സൗണ്ട്. ലൈറ്റ് ആണെങ്കിലും സെറ്റ്. ഇതൊക്കെ ഒറിജിനൽ ജീപ്പിന് തന്നെയാണോ ലൈറ്റ്? ഇത് ജീപ്പിന് ജീപ്പിനുണ്ട്. ഓക്കെ, റിവേഴ്സ് ലൈറ്റ് ഉണ്ട്, റിവേഴ്സ് ലൈറ്റ്, പാർക്ക് എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും ആൾക്ക് ഇന്നിപ്പോൾ എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് കാരണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ വണ്ടികളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ആൾ പറയും. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റത്തിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ അദ്ദേഹം പറയും കേട്ടോ നമ്മളോട്. അപ്പോൾ സക്കീർ ഭായ്, എന്താണ് ശരിക്കും നിങ്ങളുടെ സങ്കടം എന്ന് പറയാൻ പറ്റുമോ? സങ്കടം പറഞ്ഞാൽ വണ്ടി നമ്മൾ ഉണ്ടാക്കിയെന്താ പറയുമോ, റോട്ടിക്ക് ഓട്ടാൻ കയ്യൂലേ, പിന്നെ അവർ തരിക. ഇതിന് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഇത് സസ്പെൻഷൻ ആയാലും ശരി, പമ്പർ, ബോഡി കാര്യങ്ങൾ നല്ല ഇവിടെ ഒക്കെ കയറി ഇരുന്നാൽ വരെ ഒന്നും ബെൻഡ് ആവില്ല. ഓക്കെ, അങ്ങനെ എല്ലാ സെറ്റപ്പുമാണ്. പക്ഷെ എന്താ അറിയില്ല, നമ്മളെ നാട്ടിലെ നിയമങ്ങളാണ്. പക്ഷെ അവരൊരു എത്ര കിലോമീറ്റർ ഓടിക്കാൻ തരുന്ന വെച്ചാൽ എത്ര ശരി നമ്മൾ സ്വീകരിക്കും. എന്തായാലും പേപ്പറുകൾ ശരിയാക്കേണ്ടി. അതായത് ഇത് നിരത്തിലൂടെ ഓടിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ്. ഓക്കെ, കാരണം എന്താ പറയുക, ഞാൻ പറയാൻ കാരണം എല്ലാ കലാപരമായിട്ട് കഴിവുകളെയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏത് കലനെയും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതും ഒരു കലയാണ് അല്ലേ? പക്ഷെ ഇത് ഏറ്റവും തോന്നുന്നു ഏറ്റവും റിസ്ക് ഏറിയൊരു കലയാണിത്. ഒരുപാട് സമയം ചിലവാക്കി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കലയാണ്. അപ്പോൾ ഇതിനും ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം വീഡിയോ കാണുന്ന അധികാരികൾക്ക് ഒരു പറയാനുള്ളൊരു ചോദ്യത്തിലുള്ള അദ്ദേഹത്തിന് ഇത് നിരത്തിലൂടെ ഓടിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ്. അതിന് എത്ര പൈസ ആണെങ്കിലും ഓക്കെയാണ് അല്ലേ? അപ്പോൾ സക്കീർ ഭായ്, എങ്ങനെയാലും ഒരു വണ്ടി കാണുമ്പോൾ ആ വണ്ടിയുടെ എഞ്ചിൻ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. നമുക്ക് ആ എഞ്ചിൻ ഒന്ന് കാണാം. കാരണം എഞ്ചിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഈ വണ്ടിയിലുള്ള ഇതിന്റെ ഹൃദയ ഭാഗട്ടോ. ഇതിൽ ഇഞ്ചിൻ ആദ്യം വേറെ കയറ്റിനെ ഓടിച്ചു നോക്കിനെ. ഇഞ്ചിപ്പ് ഒന്ന് മാറ്റി. അപ്പൊ അതിന്റെ വയറ് കിറ്റ് കാര്യങ്ങളൊന്നും തർത്തിപ്പായി കൊടുത്തിട്ടില്ല. ഓക്കെ, അതായത് ഫിറ്റഡ് അല്ല അല്ലേ? ഇന്ന് രാത്രിയോട് റെഡിയാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലും അത്യാവശ്യം നല്ല പോലെ വർക്കിംഗ് ഇവിടെ നടന്നു. ഗിയർ, ആക്സില്, ജോയിന്റ്, റേഡിയേറ്റർ. ഓക്കെ, ഇത് എഞ്ചിൻ താഴെ ഇത് മൊത്തം ഒരു സെറ്റാക്കി ആക്കിയല്ലേ? അപ്പോൾ ഇപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത്ര എഞ്ചിൻ റൂം, ഇത് റെഡിയാക്കാൻ നിങ്ങൾക്ക് എത്ര സമയം എടുത്തു? ഇത് റെഡിയാക്കാൻ ഒരു 10 ദിവസം ഈ ഒരു പാർട്ടിനെ എടുത്തിട്ടുണ്ട്. ഇതിന് ഓരോന്നിനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ ജീപ്പിനെക്കാട്ടിലും എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതിപ്പോ റേഡിയേറ്റർ ഉണ്ട്. ആ വണ്ടിക്ക് റേഡിയേറ്റർ ഇല്ലായിരുന്നു? റേഡിയേറ്റർ ഇല്ല. ഓക്കെ, പിന്നെ ഞാൻ ഇതിന് എക്സ്ട്രാ ഒരു ഫാനും റേഡിയേറ്ററും വേറെ പുറത്ത് കൊടുക്കാൻ പോവാണ്. കൂട്ടിന്റെ ഉള്ളതുകൊണ്ട് ഏറെ തട്ടില്ലല്ലോ വല്ലാതെ. അതിന്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ല. നോക്കാം, ആണെങ്കിൽ കൊടുക്കാൻ സ്പേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടാങ്ക് ഇവിടെ വരും. ഒരു പീസ് ബോർഡാണ്. അതേപോലെ പീസ് ബോർഡ് ഈ വണ്ടീന്റെ വാക്കറ്റും ഓൾറെഡി ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് വണ്ടി പെട്രോളാണ് ഓടുക? പെട്രോൾ ഓടും അല്ലേ? അപ്പം ബാറ്ററി ആണെങ്കിൽ സാധാ ബുള്ളറ്റിൻ്റെ ബാറ്ററി. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വണ്ടി എത്ര CC വരുന്നത്? CC ബൈക്ക് ഇപ്പോൾ എത്ര വരുന്നുണ്ട്? 155 അല്ലേ? അപ്പോൾ 155 അത്ര ഉണ്ടാവില്ല, അതിൽ കുറയും. സ്പീഡും കാര്യം എല്ലാം കുറയും അല്ലേ? ഓക്കെ. ഇത് 200 സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ 40 സ്പീഡ്. അപ്പം മൈലേജ് കുറയാ ചെയ്യാം? മൈലേജ് ലൈസൻസ് കുറയും, ഷോർട്ട് ആവും. ഓക്കെ. അപ്പം അതാണ് കാര്യങ്ങൾ. സ്പീഡ് കൂടുതൽ കൊടുക്കാൻ പാടില്ല, അതന്നെ. അപ്പോൾ നോക്കി നിങ്ങൾ ടയർ ആ ജീപ്പിന്റെ ഇതിലൊക്കെ പുതിയ ബില്ലിട്ടാണ് ഇടാനുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫിനിഷ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇതിൽ വെച്ചതാ അല്ലേ? ഓക്കെ. ജീപ്പ് കാണുമ്പോൾ ഉണ്ടോ ഒരു ജീപ്പ് എന്താണെന്നുള്ളത് അത് തന്നെയാണ് അതിന്റെ. ഇതൊക്കെ മടക്കി കിട്ടാനേ ഒരു ഓഫ് റോഡും പാടെ സെറ്റാക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഒക്കെ മടക്കിയിട്ട് കെട്ടി വെക്കാം. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് നിരത്തിലൂടെ ഓടിക്കാനുള്ളൊരു ലൈസൻസും കൂടെ അത് കിട്ടിയാൽ അടിപൊളിയായി. കാരണം ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് 4 പേരെ കാണിക്കാതെ ഇത് ഫുൾ ഹെവി, ഫുള്ള് ഇതിൽ ഏത് സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും പൊട്ടിപ്പോവേ ഒന്നുമില്ല. സസ്പെൻഷൻ നല്ല അടിപൊളിയാണ് അല്ലേ? നല്ല സസ്പെൻഷൻ, നല്ല സസ്പെൻഷൻ, അടിപൊളി, ഇഷ്ടമായി. ബോണ്ടുമ്പോൾ കയറി ഇരിക്കുക, ഫുൾ ഹെവിയാണ്, ഒന്നിളഞ്ഞേ ഒന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ആയിട്ട് സംഭവം. ഒറ്റക്ക് ഉണ്ടാക്കിക്കൊണ്ട് അത്ര 100% പക്ക പറയുന്നുണ്ട്. ഇതിൽ വേറെ ആളും കൈ വന്നിട്ടില്ലല്ലോ? നിങ്ങളെ കൈ മാത്രം. ഇത് പറഞ്ഞാൽ ഏത് കണിപ്പ് ഏരിയകളുണ്ടല്ലോ, ജോയിന്റ് ഏരിയ, ഒരു വർക്ക് ചെയ്യുന്ന ഏരിയകൾ ഫുള്ള് ഗ്രീസ് അടിക്കുക, ഓയിൽ അടിക്കുക, അങ്ങനെ സംവിധാനമാണ്. ഒന്ന് തേയ്മാനം വരാതെ. ഓക്കെ. അപ്പോൾ ഞാൻ വേറെ സംഭവം കാണിച്ചു കേട്ടോ. അതിൻ്റെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പവർ നോക്കി നിങ്ങൾ, ഇത്രയും സെറ്റപ്പിലാട്ടോ. കാരണം അത്യാവശ്യം നല്ല 6 മാസത്തെ മെനക്കെടുന്ന പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിലപ്പുറം വേണ്ടി വരും നമ്മൾക്ക് ഉണ്ടാക്കാനില്ല അത്രയും. കാരണം ആദ്യം വണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പരിചയത്തിൻ്റെ ഇടയിൽ 6 മാസം കൊണ്ട് ഉണ്ടാക്കി. ആദ്യത്തെ വണ്ടി നമുക്ക് എത്ര സമയം എടുത്ത് ഉണ്ടാക്കാൻ? ഫസ്റ്റത്തെ വണ്ടി 1 വർഷത്തിനടുത്ത്. അതൊരു വർഷം എടുത്ത്. ഇത് 6 മാസം അല്ലേ? അപ്പോൾ ഇനി ഒരു വണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ഉണ്ടാക്കും. അല്ലേ? നമുക്ക് ആ വണ്ടിക്കുള്ളിൽ ഒരു ഡ്രൈവർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അന്ന് ഉണ്ടാക്കിയത് ഇവൻ്റെ ജ്യേഷ്ഠന് അഷ്മിൽ എന്ന കുട്ടിക്കായിരുന്നു അന്ന് ആ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ വണ്ടി ആർക്ക് ഉണ്ടാക്കിയതാ? അതായത് എനിക്കുണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? എന്ത് തോന്നുന്നു? ഇഷ്ടമായോ? ഇത് ഓടിക്കാൻ തോന്നുന്നുണ്ടോ? ഇതിന്റെ ഉദ്ഘാടനം എന്നാ കഴിക്കണം നമുക്ക്? തുടങ്ങാം അല്ലേ? എഞ്ചിന്റെ ഭാഗത്ത് കുറച്ചും കൂടി ഫിറ്റിങ്സ് വരാനുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ വണ്ടി കണ്ടപ്പോൾ, ഈ വണ്ടി കണ്ടപ്പോൾ എന്താ തോന്നണേ? ഏത് വണ്ടിയാണ് ഒന്നൊരു പവർ തോന്നണേ? ഈ വണ്ടിയാ? ഈ വണ്ടി തോന്നണേ? ഇത് ഓടിക്കാൻ താല്പര്യമല്ലേ? ഓടിക്കോ? അതായത് ഓക്കെ. കാരണം എന്താ പറയുക, അന്ന് ഷക്കീർക്ക് ഉണ്ടാക്കിയത് മൂത്ത മോനെ, അതായത് അന്ന് 6ാം ക്ലാസ്സിലായിരുന്നു തോന്നുന്നില്ല ആള്, അവന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത വണ്ടിയായിരുന്നു. പക്ഷെ ഇന്നിതാ ഈ വണ്ടി ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മളെ ചെറിയ മോൻ ഇത്രയും വളർന്നു. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ എന്താ പറയുക, 6 പേരിലപ്പോൾ ഒപ്പിക്കാം നമുക്ക് വണ്ടി. അപ്പോൾ സക്കീറക്ക, സംഗതി 2ാമത്തെ വണ്ടിയാണ്. 1ാമത്തെ വണ്ടി ആ വീഡിയോട്ടോട് കൂടി ആൾക്കാർ പൊക്കിക്കൊണ്ടുപോയി അല്ലേ? പെട്ടെന്ന് സെയിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ സെയിലാവും. സംഗതി നിങ്ങൾക്ക് ഓട്ടാൻ പോലും സമയം കിട്ടാതെ മുമ്പ് ഇത് സെയിലായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള വണ്ടികൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുമോ? ഉണ്ടാക്കും, പക്ഷേ ഇവിടെ റോഡ് അലോട്ട് കൊടുക്കുന്നില്ല. ഉള്ളു പോക്കറ്റ് റോഡ് കൂടെ അവനവൻ്റെ പ്രൈവറ്റ് ഏരിയ കൂടെ അങ്ങനെയൊക്കെയാണ്. നമുക്ക് അത് അവരോട് എഴുതി മേടിച്ചിട്ട് നമുക്ക് കൊടുക്കുള്ളൂ അല്ലേ? ലംഘിക്കാൻ പാടില്ലല്ലോ. അതാണ് ശരിയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള വണ്ടി ഇപ്പോൾ വീഡിയോയിൽ ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഉണ്ടാക്കി കൊടുക്കാം. കേരളത്തിൽ എവിടെയും ഇന്ത്യയിൽ എവിടെയും കൊടുക്കാൻ പറ്റുമോ? അവർ പറഞ്ഞ കളറിൽ, പിന്നെ വലുപ്പത്തിന്റെ കാര്യവും ഡിസൈനും നമ്മൾ സെലക്ട് ചെയ്യും. ഒരു കളർ സെലക്ട് ചെയ്യുക, പിന്നെ എന്തെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യണം അത് നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് വണ്ടിന്റെ ലെങ്ത് നമ്മൾ ഡിസൈൻ ചെയ്യും. അത് നമ്മൾ ഒരു പരിധി വിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വലിയ വണ്ടിക്ക് എത്തും അല്ലേ? ഓക്കെ. ഇനി പറയാനെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ നേരത്തെ പറഞ്ഞില്ല, ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ആളെ തിരക്കൊണ്ട് ഞാൻ തന്നെ എടുപ്പിക്കുന്ന വീഡിയോ കണ്ടത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, അത്രയും പെർഫെക്ഷൻ കണ്ടിട്ടേ. ഈ ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഈ വണ്ടി ഇല്ലെങ്കിലും വെച്ചിട്ട് എടുക്കുകയാണ് വീഡിയോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ, അതായത് അധിക സമയമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് ഇത് സെറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഒരു വീഡിയോ അല്ലേ? അന്ന് നിങ്ങൾക്ക് കാണാം ഈ വണ്ടിയുടെ പവർ എന്താണെന്നുള്ളത്, ഈ വണ്ടി എന്താണെന്നൊക്കെ അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ. അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇതുപോലെ വണ്ടി വേണ്ട ആൾക്കാർക്ക് സക്കീർ ഭായിയുടെ നമ്പറേം തരാം. അതുമാത്രമല്ല, ഇതുപോലെ വണ്ടി ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സക്കീർ ഭായിക്ക് ഒരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ലിങ്ക് താഴെ തരാം. 2 കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ആ ചാനൽ മാക്സിമം ഫോളോ ചെയ്ത് ആൾക്ക് സപ്പോർട്ട് കൊടുക്കാം കേട്ടോ.